പൈസ കൊടുത്താൽ പൂജ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. മനസ്സുരുകി ഒന്ന് സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടില്ലേ? അതിന് ഇത്രയും പൂജയുടെ ആവശ്യമുണ്ടോ? മറ്റ് ദേവതകളെ അപേക്ഷിച്ച് വിഷ്ണുമായ എന്ന ദേവതയ്ക്ക് പ്രശ്നപരിഹാരങ്ങളുമായിട്ട് കൂടുതൽ സംബന്ധം വരും. 108 താമരതൾ കൊണ്ട് അർച്ചന ചെയ്ത അതിന്റെ ഫലമുണ്ട്, ചെത്തി കൊണ്ടുമുണ്ട്, തുളസി കൊണ്ടുമുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു സമ്പ്രദായമുണ്ട്. പിന്നെ എന്തുകൊണ്ട് 50% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പൂജകൻ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള അർച്ചന ഉണ്ടെങ്കിൽ അതിന് 99% ഫലം ഉണ്ടായിരിക്കും. കാണികൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഫലം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒന്നുകിൽ എനിക്ക് ബിസിനസ് തകർച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടി വന്ന് കാശ് മുടക്കി പൂജ ചെയ്തു, അതല്ല നമ്മൾ സാധാരണ ഒരു വിഷ്ണുമായ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ വിഷ്ണുമായോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഉപാസകനാകുന്നതും പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ സങ്കല്പിച്ച് വിഷ്ണുമായെ അതീവ ഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഫലങ്ങൾക്ക്? മറ്റു മൂർത്തികളും ഉണ്ടാവാറുണ്ട്. വീരഭദ്രനുണ്ട്, കരിങ്കുട്ടിയുണ്ട്, കാപ്പിരിയുണ്ട്, അങ്ങനെ പല ദേവതകളെയും ഉൾക്കൊള്ളിച്ചിട്ട് അത് അവരെ പൂർവികമായിട്ടുള്ള പ്രതിഷ്ഠകൾ, ആചരണങ്ങൾ, കടുംപായസം കൊടുക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന പൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അതൊക്കെ മേലെ ഇവിടെ വന്ന് നമ്മൾ ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് പറ്റുന്നുള്ളൂ. അപ്പൊ ഈ ദൈവങ്ങൾ എന്തുകൊണ്ട് നമ്മളുടെ അടുത്ത് പ്രസാദിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ലോ ആവുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കിട്ടാൻ? സ്പാർക്ക് ടോക്സിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലെ കണ്ടശാങ്കടവ് മുത്തച്ഛൻ ദേവസ്ഥാനത്തിൻ്റെ മഠാധിപതി ശ്രീ രാമചന്ദ്രസ്വാമിയാണ്. നമസ്കാരം. നമസ്കാരം. ആരാണ് വിഷ്ണുമായ? വിഷ്ണുമായ ഒരു ദേവശക്തി തന്നെയാണ്. അതുപോലെ തന്നെ ശിവൻ്റെ മൂന്നാമതായിട്ടുള്ളൊരു പുത്രനും കൂടിയാണ്. ശിവപാർവതിയിൽ ഉണ്ടായ ഒരു പുത്രൻ തന്നെ. വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശിവൻ നായാട്ടിന് വന്ന സമയത്ത് കാനന സ്ത്രീയായിട്ടുള്ള കൂളിവാക എന്ന സ്ത്രീയെ കണ്ട് അനുരാഗത്തിൽ വരികയും അദ്ദേഹമായിട്ട് കാനന സ്ത്രീയായിട്ട് ഒന്ന് സംഘഭോഗാദികൾക്ക് വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്തു. അങ്ങനെ വരുന്ന സമയത്ത് കൂളിവാക പ്രാർത്ഥിക്കുന്നത് ശ്രീ പാർവതീദേവിയാണ്, അമ്മയായി സങ്കല്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അപ്പം അങ്ങനത്തെ ആ ഒരു സങ്കല്പത്തിൽ വരുമ്പോൾ ശിവഭഗവാൻ അച്ഛനായിട്ട് വരും. അപ്പം അങ്ങനെ വന്ന സമയത്ത് പാർവതീദേവിയെ പ്രത്യക്ഷപ്പെടുത്തുകയും, ഉപാസനയുള്ളതാണ്, ദേവിയുടെ ഉപാസനയുള്ളതാണ് കൂളിവാകയ്ക്ക്, പ്രത്യക്ഷപ്പെടുത്തിയിട്ട് ഇങ്ങനെയുള്ളൊരു കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദേവീനെ ബോധ്യപ്പെടുത്തി. ആ ബോധ്യപ്പെടുത്തിയപ്പോൾ അതിനുള്ളൊരു സംവിധാനം നല്ല രീതിയിൽ പാർവതീദേവി ഉണർത്തിക്കുകയും ചെയ്തു. അങ്ങനെ കൂളിവാകയുടെ രൂപം പൂണ്ട് പാർവതീദേവിയുടെ രൂപം പൂണ്ടിട്ട് കൂളിവാകയും കൈലാസത്തിലേക്ക് പോയി. നായാട്ട് കഴിഞ്ഞ് ശിവൻ ഇവിടെ കൂളിവനത്തിൽ വന്ന് കൂളിവാകനെ കാണാനുള്ളൊരു സന്ദർഭത്തിൽ ഈ പ്രച്ഛന്നമായത് ശിവന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അതാണ് ദേവിയുടെ തീവ്രമായ ശക്തി എന്ന് പറയുന്നൊരു ഉൾക്കാഴ്ച കൂടി അതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം അങ്ങനെ വന്ന് അവർ ആ സംഘഭോഗാദികളെല്ലാം കഴിഞ്ഞ് ഈ ഭ്രൂണത്തിനെ ദേവി കല്ലറ പാതാളത്തിൽ ഒളിപ്പിച്ച് കല്ലുകൊണ്ട് മൂടി അതിനൊരു അടയാളമായിട്ട് വെച്ചുകൊണ്ട് ദേവി തിരിച്ച് കൈലാസത്തിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഈ ഭ്രൂണം വളർന്നു വലുതായി വരികയും ഇവരെ വേഷപ്രച്ഛന്നം മാറി കൂളിവാക കാനത്തിൽ വരികയും പറഞ്ഞ നാളുകളിൽ കല്ലറ പാതാളത്തിൽ നിന്ന് വിഷ്ണുവായ ഭഗവാൻ പിറവിയെടുക്കുകയാണ് ചെയ്തത്. അതാണ് വിഷ്ണുമായയുടെ ജനനവും ഉത്ഭവം. പിന്നെ കാലഘട്ടത്തിന് ശേഷം 7ാം വയസ്സിലാണ് ഭഗവാൻ അച്ഛനാരെന്ന് ചോദിച്ചിട്ട് കാണിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയിൽ കൂളിവാക പറയും, ശ്രീ പരമേശ്വരനാണ് നിങ്ങളുടെ അച്ഛൻ, നല്ലച്ഛനെ കാണാനായിട്ട് നിങ്ങൾ കൈലാസത്തിലേക്ക് പോയി കാണാനായിട്ട്. അങ്ങനെ കൈലാസത്തിലേക്ക് പോയ സമയത്ത് അവിടെ മുൻവാതിലിൽ തന്നെ നന്ദികേശനുണ്ട്. അദ്ദേഹം തടഞ്ഞു നിർത്തി, നിങ്ങൾ ആരാണ് എന്താണെന്ന് ചോദിച്ചിട്ട്. ഉള്ളിലേക്ക് പോകാൻ പറ്റില്ല, ഭഗവാനെ
കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വന്നുകൊണ്ട് വേഷപ്രച്ഛന്നനായിക്കൊണ്ട് വിഷ്ണു ഭഗവാന്റെ രൂപം പൂണ്ടു. ആ വിഷ്ണുവിൻ്റെ രൂപം പൂണ്ട് പോയത് കൊണ്ടാണ് വിഷ്ണു മായാരൂപത്തിൽ വന്നതുകൊണ്ടാണ് വിഷ്ണുമായ എന്നുള്ള നാമധേയം വരാനുള്ള കാരണം. അങ്ങനെ വിഷ്ണുവിൻ്റെ രൂപത്തിൽ പോയി അച്ഛനെ കണ്ട് പ്രവിയുടെ കാര്യങ്ങളെല്ലാം ഉണർത്തിച്ച് അപ്പോഴാണ് പാർവതി ദേവി ഈ വിഷയം ഭഗവാന്റെ അടുത്ത് ഇങ്ങനൊരു സംഭവം നടന്നതായിട്ടുള്ളത് തുറന്നു പറഞ്ഞ് കാര്യങ്ങൾ. അങ്ങനെ അവിടെ നിന്ന് പോത്തിനെ വാഹനമാക്കിക്കൊണ്ട് കൊടുക്കുക. അപ്പം നിനക്ക് എന്ത് വാഹനം വേണം, ഏത് വാഹനം വേണമെന്ന് ചോദിച്ചപ്പോൾ പല വാഹനങ്ങളും പറഞ്ഞു. ഭഗവാൻ പറഞ്ഞു, സ്വാമി പറഞ്ഞു എനിക്ക് അതെല്ലാം വേണ്ട, ഓരോന്ന് പറയുമ്പോഴും വേണ്ട, എനിക്ക് വേണ്ടത് ഒരു ചെമ്പൻ ചെറുപോത്ത് എന്നാണ് പറയാം. ആ ചെമ്പൻ ചെറുപോത്തിനെ കൊടുത്തിട്ട് നീ ഭൂമിയിൽ പോയിട്ട് കലികാലത്തിൽ ഉത്ഭവത്തിൽ വരുന്ന എല്ലാ കാര്യങ്ങളും ശത്രുനിഗ്രഹമായാലും മിത്രങ്ങളെ കൊണ്ടുമായാലും എല്ലാ മനുഷ്യരാശിക്ക് വരുന്ന സകലമാന പ്രശ്നങ്ങളും അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളും മാറ്റിയിട്ട് ഭൂമിയിൽ പോയിട്ട് കലിയുഗത്തിൻ്റെ നാഥനായിട്ട് വാണരുളാൻ പറഞ്ഞു വിടുകയാണ് ചെയ്തത്. അപ്പോൾ കലിയുഗത്തിന്റെ നാഥൻ എന്നുകൂടെ ഒരു വിശേഷണം വിഷ്ണുമായ ഭഗവാൻ അല്ലേ? കലിയുഗ വരദൻ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചിട്ട് അത് ശാസ്താവാണല്ലോ, ശാസ്താവിൻ്റെ ഒരു പ്രതിരൂപം എന്ന് പറയുന്ന പോലെ തന്നെ കലിയുഗ വരദൻ തന്നെയാണ്. ഈ എനിക്ക് ചോദിക്കാനുള്ളത് സ്വാമി അടുത്ത്, ഈ മഹാദേവന്റെ മകനായിട്ടാണ് വിഷ്ണുമായ നമ്മൾ അറിയപ്പെടുന്നത്. അതെ. മഹാദേവൻ അല്ലെങ്കിൽ ശിവഭഗവാന് വിഷ്ണുവിലുണ്ടായ മകൻ എന്നും അല്ലെങ്കിൽ മോഹിനി, അതിലോട്ട് ഞാൻ പിന്നീട് വരാം. എനിക്ക് ചോദിക്കാനുള്ളത്, ഈ കൂളിവാക കുറേ കഥകൾ കേൾക്കുന്നുണ്ട്. കൂളിവാകയിൽ പിറന്നതാണ്, മോഹിനിയിൽ പിറന്നതാണ് എന്ന് കേൾക്കുന്നുണ്ട്. അതിന്റെ എന്താണ് യാഥാർത്ഥ്യം? എന്താണ് യാഥാർത്ഥ്യം? കൂളിവാക സ്ത്രീയിൽ, കാനന സ്ത്രീയിൽ ജനിച്ചതാണ് തന്നെയാണ്. അപ്പൊ ഈ മോഹിനി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അത് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക എന്ന് പറഞ്ഞിട്ട് ഒരു ശാസ്താവിൻ്റെ ഒരു പാട്ടും ഒരു തത്വത്തിൽ വരുന്ന നമ്മുടെ ചിന്തുപാട്ടൊക്കെ ഇല്ലേ, ഉടുക്കുകൂട്ടുപാട്ട്, അതിലൊക്കെ വരുന്നത് വിഷ്ണുമായയിൽ പിറന്ന വിശ്വരക്ഷക എന്ന് പറയുന്നുണ്ട്. അത് ശാസ്താവിനേക്ക് പോകുന്ന. ഈ ശാസ്താവും വിഷ്ണുമായയും ഒരാൾ തന്നെയാണോ? പ്രത്യക്ഷത്തില് ഒരാളാണ്, പക്ഷെ ഇത് രണ്ടും രണ്ടായിട്ടാണ് ആചരണം വരുന്നത്. അപ്പൊ ഈ ശാസ്താവ് പലയിടത്തും വായിക്കുന്നുണ്ട്, ശാസ്താവിനെയാണ് ചുരുക്കി അത് ചാത്തൻ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് വരുന്നത്. അതിനകത്ത് എന്തെങ്കിലും? ശാസ്താവിനെ അല്ല, ശാസ്താവിനെ ശാസ്താവിലേക്ക് ലയിപ്പിച്ചത് ചാത്താവെന്നാണ്. ഓ, അതാണ്. അതായത് ഈ പറയുന്ന ചാത്തനായാലും ശാസ്താവായാലും ആക്ച്വലി മലയന്മാരുടെ ദൈവികതയിൽ വരുന്നതാണ്. അത് ചാത്താവാണ് പിന്നെ ശാസ്താവായി പോയത്. ബേസിക്കലി കാനനത്തിൽ നിന്നാണ് നമ്മളെല്ലാവരും ആ ഒരു ചരിത്രം വരുന്നത്. അപ്പൊ ആ വരുന്നത് ചാത്താവന്നെയാണ്, അതിൽ തർക്കമില്ല. അങ്ങനെ അത് ചുരുങ്ങിയാണ് ശാസ്താവിലേക്ക് പോയത്. ഓ, അത് തന്നെയാണ് ചാത്തൻ വന്നതും. ശരിയാണ്, അത് തന്നെയാണ് വന്നത്. അപ്പം വിഷ്ണുമായ ശരിക്കും ഒരു ചാത്തൻ രൂപമാണോ? ചാത്തൻ രൂപം എന്ന് പറയുമ്പം നമ്മുടെയൊക്കെ മനസ്സിൽ, നമുക്ക് ഇപ്പം അമ്പലത്തിൽ പോകുന്നു, നമ്മൾ ഭഗവാന്മാരെ കാണുന്നു, ആ ഒരു രൂപമല്ല ചാത്തൻ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു നെഗറ്റീവ് റോളാണ് ചാത്തൻ നമ്മൾ ചിത്രീകരിച്ചിട്ടുള്ളത്. അങ്ങനെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയല്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു മൂർത്തിയുടെ അനുജന്മാരായിട്ട് വരും. അനുജന്മാര് ആയിട്ടുള്ള ഇതിലാണ് വരുന്നത് ചാത്തന്മാര്. അപ്പൊ വിഷ്ണുമായ യഥാർത്ഥ ദേവതയായിട്ടും ചാത്തന്മാര് അവരെ കിങ്കരന്മാരുമായിട്ടുള്ള സങ്കല്പത്തിലാണ് ആക്ച്വലി ഇതിന്റെ കൊണ്ടുവരുന്നതും നിലനിൽക്കുന്നതും. അപ്പൊ ഓരോരുത്തരുടെ ഉപാസനയ്ക്കനുസരിച്ച് ഓരോ കുട്ടിച്ചാത്തന്മാരെ ഉപാസിക്കുകയാണ്. അത് 400 കുട്ടിച്ചാത്തന്മാരെന്ന് ഒരിക്കലും പറയാറില്ല. മന്ത്രങ്ങളിലും എല്ലാത്തിലും ഉള്ളത് 400-ൽ 10 കുറ കുട്ടിച്ചാത്തന്മാരെന്നാണ് പറയാ. അങ്ങനെ പറയാൻ പാടില്ല എന്നാ നയമാണ്. അത് ശരിക്കും ഉപാസിക്കുന്നവരുടെ ഇതിലത് നയമാണ്, അങ്ങനെ പറയാൻ പാടില്ല. യുദ്ധത്തിൽ 10 പേരുടെ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. ആ ഉത്ഭവത്തിനെ എപ്പോഴും ഉൾക്കൊള്ളണം എന്നാണ് സങ്കല്പം. എനിക്ക് ഇതിനകത്ത് ഞാൻ മഹാദേവനെ ചോദിച്ചു തുടങ്ങിയത് വേറൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. മഹാദേവ ക്ഷേത്രങ്ങളിൽ, അതായത് സ്വന്തം മകനാണ് വിഷ്ണുമായ, വിഷ്ണുമായ സ്വന്തം മകനായിരിക്കെ
നമ്മൾ ഈ മഹാദേവ ക്ഷേത്രങ്ങൾ അല്ലെങ്കിൽ ശിവക്ഷേത്രങ്ങളിൽ നമ്മൾ പോകുന്നുണ്ട്, ഒരിടത്തും വിഷ്ണുമായ പ്രതിഷ്ഠ നമ്മൾ കാണാറില്ല. അതെന്തുകൊണ്ടാണ് ഈ വിഷ്ണുമായനെ നമ്മൾ നോർമൽ അമ്പലങ്ങളിൽ പ്രതിഷ്ഠ കൊണ്ടുവരാറ്? അതായത് പൂർവ്വകാലങ്ങളിൽ മുഴുവനും ഈ വിഷ്ണുമായയ്ക്കും ചാത്തന്മാർക്കുള്ള ശാക്തേയ കർമ്മങ്ങളാണ് അവർക്ക് ആവശ്യം. അതാണ് അതിന്റെ ശക്തിയും ഊർജവും ഉള്ളത്. അപ്പൊ അതുകൊണ്ട് എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാത്വികമായ കർമ്മങ്ങളിൽ പണ്ട് കാലത്ത് കൊടുത്തിരുന്ന പോലെയുള്ള ബലികർമ്മങ്ങളൊന്നും സാത്വിക ക്ഷേത്രങ്ങളിൽ നിഷിദ്ധമാണ്. അപ്പൊ അതിന്റെ ചുറ്റളവിൽ ഇത്ര ഒരു ക്ഷേത്രത്തിന് അതിന്റെ ലിംഗം അല്ലെങ്കിൽ അതിന്റെ വിഗ്രഹത്തിന്റെ വലുപ്പത്തിനനുസരിച്ച് ഇത്ര കോൽ നീളത്തിൽ മാത്രം മറ്റു ദേവതകളെ പ്രതിഷ്ഠിക്കാൻ പാടുള്ളൊന്നുണ്ട്. അതിന്റെ ആ പരിധിക്കുള്ളിൽ ബലി പോലെയുള്ള കർമ്മങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നയമാണ്. അത് താന്ത്രിക വിധിയാണ്. അപ്പൊ ഈ സ്വാമീനെ നമ്മൾ പ്രതിഷ്ഠിക്കുകയാണെങ്കിൽ ഈ ശാക്തേയം കൗളാചാര പ്രകാരമുള്ള സ്വാമിക്ക് വേണ്ടതായിട്ടുള്ള നിഷ്ഠകളിലുള്ള കർമ്മങ്ങളുണ്ട്. മദ്യമാംസം, താമ്പൂലം അങ്ങനെയുള്ള കാര്യങ്ങളിൽ അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അമ്പലങ്ങളിൽ അത് പ്രതിഷ്ഠയാക്കാറില്ല. അപ്പൊ ഇങ്ങനെ വിഷ്ണുമായെ ഉപാസിക്കുന്ന ഒരു വ്യക്തി ആർക്കൊക്കെ വിഷ്ണുമായെ ഉപാസിക്കാം എന്നുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? ഒരു സാധാരണക്കാരന് ഉപാസിക്കാൻ പറ്റുമോ? ഒരു ഗൃഹസ്ഥനായ ആൾക്ക് വളരെ നല്ല രീതിയിൽ സ്വാമിനെ ഉപാസിച്ചു കൊണ്ടുനടക്കാൻ പറ്റും. ഉപാസന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്വാമീനെ നമ്മൾ ഉൾക്കൊള്ളുന്നത് പോലെ തന്നെ നമ്മളുടെ ജീവിതത്തിലെ ഒരുപാട് നിഷ്ഠകൾക്ക് മാറ്റമുണ്ട്. ജപം, അതിൻ്റെ പ്രാർത്ഥന കൃത്യമായിട്ടുള്ളത് വേണം. ഇന്ന് രാവിലെ നാളെ ഉച്ചയ്ക്ക് അങ്ങനെയല്ല, സമയനിഷ്ഠ വേണം. പിന്നെ നമ്മൾ എത്ര വലിയ പ്രതിസന്ധിയിൽ പെട്ടാലും ഞാനിതൊക്കെ ചെയ്തിട്ട് ഭഗവാൻ എന്നെ ഇങ്ങനെ ചെയ്തില്ല എന്നുള്ളൊരു ചോദ്യം അങ്ങോട്ടൊരിക്കലും പാടില്ല. അത് ഭഗവാൻ എനിക്കായി നിശ്ചയിച്ചു, ഞാനത് അനുഭവിച്ചു എന്ന് മാത്രം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയില് ഒരു ഉപാസകൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് തലങ്ങളിലൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും ഉരുത്തിരിഞ്ഞു വരേണ്ട ക്രമങ്ങളുണ്ട്. അത് ഇന്നത്തെ തലമുറയ്ക്കെന്ന് വെച്ചാൽ അതിനെ ഉൾക്കൊള്ളാൻ പറ്റില്ല. ഉപാസന എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ത്യജിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വർജിക്കേണ്ടതുണ്ട്, ഒരുപാട് കാര്യങ്ങൾ സഹിക്കേണ്ടതുണ്ട്. എങ്ങനെ ഒരു സ്റ്റേജിലുള്ള ഒരാളാണ് ഈ ഉപാസകനായിട്ട് പോകുന്നത്? അതായത് ഇപ്പൊ ഒരു ഗൃഹസ്ഥൻ ആണ്, അപ്പൊ അദ്ദേഹത്തിന് വിഷ്ണുമായ ഉപാസിക്കണം എന്നുണ്ട്. അപ്പം അതിന് നമ്മള് വിഷ്ണുമായയ്ക്ക് വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങളും ജപങ്ങളും അതിന് വിഗ്രഹം വെച്ച് തന്നെ നമ്മള് വീട്ടില് അങ്ങനെ ചെയ്യാമോ? അത് കോമൺ ആയിട്ടുള്ള ഒരു ഏരിയയിലാണ്. ഇപ്പൊ ഒരു ഫ്ലാറ്റ് സിസ്റ്റത്തിലുള്ള ഒരാൾക്കാണ് ഉപാസകനായിട്ട് വരേണ്ടത്. അപ്പം ഇതുപോലെ വിഷ്ണുമായ സ്വാമിയുടെ വിഗ്രഹം വീട്ടിൽ കൊണ്ടുവന്ന്, അതുമായിട്ട് അനുബന്ധിച്ചിരിക്കും ഒരുപാട് ചോദ്യങ്ങളുണ്ട്, വീട്ടിൽ കൊണ്ടുവന്ന് അതില് മന്ത്രങ്ങളും പൂജാവിധികളും ചെയ്ത് റെഗുലറായിട്ട് നമ്മൾ മറ്റുള്ള ഭഗവാന്മാരെ പൂജിക്കുന്നത് പോലെ അവരുടെ കൂട്ടത്തിൽ തന്നെ വിഷ്ണുമായ ഭഗവാന്റെ ഈ ഐഡിൽ വെച്ച് നമുക്ക് പൂജിക്കാമോ? പൂജിക്കാം. അതായത് വിഷ്ണുമായനെ ഏത് ഗ്രഹസ്ഥന് പൂജിക്കാം, ആർക്ക് വേണമെങ്കിൽ പൂജിക്കാം, ചെയ്യാം. പക്ഷെ ഒരു ഉപാസകനാകണമെങ്കിൽ പൂർവജന്മാർജിത പുണ്യം എന്ന് പറഞ്ഞുള്ള ഒരു സംഭവം നമ്മൾക്ക് ആദിമൂലത്തിൽ നിന്ന് നമ്മളിലേക്കുള്ള ഒരു റേസ് വേണം, അല്ലെങ്കിൽ ഒരു നിശ്ചയം വേണം. മാഡം ഉദ്ദേശിക്കുന്ന പോലെ എനിക്ക് നാളെ സ്വാമീനെ ഉപാസിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് നൈനിമിഷകവും ദൈർഘ്യമില്ലാത്ത ഒരവസ്ഥയാണ്. അതേസമയം ആ പൂർവജന്മത്തില് അല്ലെങ്കിൽ പൂർവജന്മാർജിത പുണ്യത്തില് നമ്മൾക്ക് ഭഗവാനെ ഉപാസിക്കാനായിട്ടുള്ള ഒരു നിശ്ചയം വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ അവസ്ഥയിലിരുന്നാലും എത്ര ചെറിയ അവസ്ഥയിലിരുന്നാലും നിങ്ങളിലേക്ക് അത് വന്നിരിക്കും. അതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെ ഒരു ഈ നൈമിഷികമായിട്ടുള്ള ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ, ഇപ്പൊ ഈ നൈമിഷികമായ ആഗ്രഹത്തിൽ ഞാനൊരു സുപ്രഭാതത്തിൽ ഇതുപോലെ എനിക്ക് വിഷ്ണുമായ സ്വാമിയോട് അതിഭയങ്കരമായ ഭക്തിയും തുടങ്ങി. ഞാനത് ഒരാഴ്ച ഒരു മാസമോ കണ്ടിന്യൂ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതിൽ നമുക്ക് മുന്നോട്ട് പല സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പം അങ്ങനെ നമ്മൾ കാണിക്കുമ്പോൾ ഭഗവാന് നമ്മളോടുള്ള ഒരു അപ്രോച്ച് എന്തായിരിക്കും എന്ന് പറഞ്ഞാൽ, വിളിച്ചു വരുത്തി അതിഥിയെ മാനിക്കാതിരുന്നാൽ എങ്ങനെയാണ്? അത് ശരിയാണ്. പക്ഷെ എന്നാലും അതില് നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ, അതിന്റെ തീവ്രത അത് എന്തുമാത്രമായിരിക്കും? ആ തീവ്രത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് അതിരാവിലെ എണീറ്റ് ചെയ്യേണ്ട ക്രമങ്ങളുണ്ട്. അതുപോലെ തന്നെ മാസം നമ്മൾ ഭഗവാൻ ആചരിക്കുന്ന ഇതുണ്ട്.
ഏത് കാര്യങ്ങളും അനുഷ്ഠാനം ചൊല്ലി പ്രാർത്ഥിക്കാന്ന് പറയും. നമ്മള് സ്വാമീനെ ഉപാസിക്കാൻ എടുക്കുമ്പോൾ ഒരു വിധത്തിൽ പറയാ, ഒന്ന് ഞാൻ സ്വാമിയെ എന്റെ കാലത്തോളം ഭജിക്കാം, സ്നേഹിക്കാം, പരമ്പരയ്ക്ക് പോവാൻ പറ്റില്ല എന്ന് തന്നെ നമ്മളവിടെ പറയണം. അത് തന്നെ പറയാ ഉപാധി വെച്ചിട്ട് സേവ എടുക്കുക അല്ലെങ്കിൽ ഉപാസന എടുക്കുക എന്നാ പറയാ. അപ്പൊ നിങ്ങളിൽ നിക്ഷിപ്തമായ കാര്യം അവിടെ ക്ലോസ് ആണ്. അല്ല ഞാൻ സ്വയമേവ ചിന്തിക്കാണ്, എന്റെ പരമ്പരയായിട്ട് ഞാൻ ചിന്തിക്കുന്നത് അത് എനിക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യമാണ്. ആദ്യകാലങ്ങളിലുള്ള കാരണന്മാരൊക്കെ അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ ഉപാസന എടുക്കുന്നവരുടെ അടുത്ത് ഞാൻ കൃത്യമായി പറയാറുണ്ട്, പലരും ചോദിക്കാറുണ്ട്, അതുപോലെ തന്നെ അത് കൃത്യമായി പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ അതിന് കൃത്യമായിട്ട് നമ്മൾ രാവിലെ ആയാലും വൈകിട്ടായാലും ചെയ്യേണ്ട കൃത്യമായുള്ള ക്രമമുണ്ട്. ഇപ്പൊ ഭഗവാൻ വളരെ നിഷ്കർഷ്ടനാണ്, അതായത് പല കാര്യങ്ങൾക്കും, അതായത് നിർബന്ധ ബുദ്ധിയാണ് ഭഗവാന്. നീ എന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ഒബേ സം റൂൾസ് എന്നുള്ളത് അത് വളരെ അച്ചട്ടാണ്, നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ അത് ഭഗവാനെന്നല്ല, ആക്ച്വലി ഗണപതി ആയാലും പരമശിവനെ ആയാലും ഏത് ദേവതേനെയും ഉപാസിച്ചാൽ അത് പരിപാലിക്കുക എന്നുള്ളത്, അതിനൊക്കെ സൈഡ് എഫക്റ്റ് ഉണ്ടായിരിക്കും. അത് വിഷ്ണുമായ എന്ന് പറയുന്ന ഒരു ദേവതയ്ക്ക് മാത്രമുള്ളതല്ല, എല്ലാ ദേവതയും. പക്ഷേ മുരുകനെ ഉപാസിച്ചു കഴിഞ്ഞാൽ മുരുകന്റെ പരീക്ഷണങ്ങൾ തീവ്രമാണ്. മുരുകൻ ഏതെല്ലാം തലത്തില് ഉൾക്കൊണ്ടിട്ടുണ്ടോ അതിന്റെ ഒരു പ്രതിച്ഛായ നമ്മളിലേക്ക് തന്നിട്ടാണ് നമ്മൾക്ക് ഉപാസന ഉറക്കുള്ളൂ, അല്ലെങ്കിൽ സേവ ഉറക്കുള്ളൂ. അതുപോലെ തന്നെ പരമശിവനെ ഉപാസിക്കുകയാണെങ്കിലും അതികഠിനവും അതിതീവ്രമാണ്, ചിന്തകൾക്ക് അതീതമാണ് പരീക്ഷണങ്ങൾ. അപ്പം ഈ ഉപാസകന് കിട്ടുന്ന ഫലങ്ങൾ, അതായത് വിഷ്ണുമായാണ് സബ്ജക്റ്റ്, അപ്പൊ നമ്മള് കാണികൾ എപ്പോഴും പ്രതീക്ഷിക്കുന്നത് ഞങ്ങൾക്ക് എന്ത് ഫലം കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒന്നുകിൽ എനിക്ക് ബിസിനസ് തകർച്ച, അല്ലെങ്കിൽ അതിനു വേണ്ടി വന്ന് കാശ് മുടക്കി പൂജ ചെയ്തു, അതല്ല നമ്മൾ സാധാരണ ഒരു വിഷ്ണുമായ അമ്പലത്തിൽ പോകുന്നു, അല്ലെങ്കിൽ മനസ്സിൽ സങ്കല്പിച്ച് നമ്മൾ വിഷ്ണുമായോട് പ്രാർത്ഥിക്കുന്നു. അപ്പം ഈ ഉപാസകനാകുന്നതും പ്രാർത്ഥിക്കുന്നതും മനസ്സിൽ സങ്കല്പിച്ച് വിഷ്ണുമായെ അതീവ ഭക്തിയോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ ഫലങ്ങൾക്ക്? തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾക്ക് വിഷ്ണുമായനെ ഉപാസിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു രക്ഷാ കവചം, അത് ശരീരത്തിൽ അസുഖം മുതൽ നമ്മളുടെ ബുദ്ധി, അതുപോലെ തന്നെ നമ്മളെ പ്രവൃത്തി, നമ്മളുടെ ചലനങ്ങള്, നമ്മളുടെ സഹവർത്തിത്വം, നമ്മൾക്ക് നെഗറ്റീവ് ആംഗിൾസിലുള്ള ആൾക്കാരൊന്നും നമ്മളെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ കാര്യം മനസ്സിലായി. അതേപോലെ തന്നെ അസുഖങ്ങളുടെ കാര്യങ്ങളായാലും നമ്മൾക്ക് അതിനാണ് നമ്മൾ നിഷ്ഠ എന്ന് പറയണത്. രാവിലെ കുളിക്കുക എന്ന് പറയുന്നതിന് സമയക്രമമുണ്ട്, വൈകിട്ട് കുളിക്കുക എന്ന് പറയുന്നതിനും സമയമുണ്ട്. അതുപോലെ തന്നെ നമ്മളെ പ്രാർത്ഥന, ഇത്ര നാമം ചൊല്ലണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കണിശമായിട്ട് ഇത്ര തന്നെ നിർബന്ധമാണ്. അതാണ് അതിന്റെ ഫലവും ഊർജവും. പിന്നെ നമ്മൾ അങ്ങനെ മാത്രമല്ല, നമ്മൾ യാത്രകളിൽ ജപിക്കാം, സ്വാമീനെ വെറുതെ ഇരിക്കുമ്പോൾ ജപിക്കാം, അതുകൊണ്ടൊന്നും തെറ്റില്ല. പക്ഷെ എത്ര ലക്ഷം ജപിക്കുന്നോ അതിനനുസരിച്ചാണ് നമ്മളുടെ ഊർജം, അതുപോലെ തന്നെ നമ്മൾ ആർക്ക് എന്ത് എങ്ങനെ ഏത് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്ന വെച്ചാൽ അതിന്റെ ഫലം കിട്ടുന്നത്. അപ്പൊ ഏത് സമയവും നമുക്ക് ജപിക്കാം. അല്ല, നിഷ്ഠയില് ജപിക്കുന്ന ഒരു ജപം വേറെ, അല്ലാതെ നമ്മൾ യാത്രകളിൽ സ്വാമിയുടെ ജപം ചെയ്യുന്നത് കൂടുതൽ ഊർജം ഉണ്ടാക്കുന്നിടത്തും. നമ്മൾ സാധാരണ എല്ലാവരും അമ്പലങ്ങളിൽ പോകും, പല അമ്പലങ്ങളിൽ പോകും, പല ദേവതകളോട് പ്രാർത്ഥിക്കും. കാര്യങ്ങൾ സാധിക്കാനായി തന്നെ നമ്മൾ പലപ്പോഴും നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായിട്ടും പല കാര്യങ്ങൾക്കാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദുഃഖമുള്ളവരാണല്ലോ കൂടുതലും പ്രാർത്ഥിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ട് മറ്റ് ദേവതകളെ അപേക്ഷിച്ച് വിഷ്ണുമായ എന്ന ദേവതയ്ക്ക് പ്രശ്നപരിഹാരങ്ങളുമായിട്ട് കൂടുതൽ സംബന്ധം വരുന്നു? അതായത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കലിയുഗ വരദനാണ്. കലിയുഗത്തിൽ കാര്യങ്ങൾ നിഷ്ഠമായിട്ടും സമയദൈർഘ്യം കൊടുക്കാതെ, പൂർവ്വകാലത്ത് ഒരുപാട് ഒരു കാര്യം നമ്മൾക്ക് നടക്കാനും നടത്താനും ആയിട്ടുള്ളൊരു സമയം കൂടുതൽ കാണാറുണ്ട്. ഇപ്പോഴത്തെ എന്ന് വെച്ചാൽ കലിയുഗത്തിൽ എന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും സാറായാലും മാഡമായാലും ഏത് വിഷയത്തിനും എത്ര വേഗം നടക്കുന്നുവോ അത്ര വേഗം ഇഷ്ടപ്പെടുന്നൊരിതാണ്. അപ്പോൾ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വിഷ്ണുമായ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് സ്വാമിക്ക് ആ കൃത്യമായി ദക്ഷിണ കൊടുക്കുക, സ്വാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുക,
ആ കാര്യം സ്വാമി നടത്തി തരാന്നുള്ളതാണ്. അതാണ് ക്ഷിപ്രപ്രസാദി എന്ന് തന്നെ പറയണത്. അതായത് മറ്റു ദേവതകൾക്ക് നമ്മൾ പൂർവികമായിട്ട് കണ്ടിട്ടുള്ളത് ഭഗവതി എനിക്ക് ഇന്നൊരു കാര്യം ചെയ്ത് തന്നാൽ ഞാൻ ഇന്ന കാര്യം സമർപ്പിക്കാം എന്നാണ്. അതേസമയം വിഷ്ണുമായ ഭഗവാന്റെ അടുത്ത് ഭഗവാൻ എനിക്ക് ഇന്നൊരു കാര്യം നടത്തി തരണം, എൻ്റെ ആവശ്യം ഇതാണെന്ന് പറഞ്ഞിട്ട് ആദ്യം ഭഗവാൻ ഒരു സമർപ്പണം ചെയ്യണം. ഇതാണ് ശരിക്കുള്ള യഥാർത്ഥ വശം. അപ്പോൾ അത് ഭഗവാൻ അത് നിങ്ങൾക്ക് ഉചിതമാണോ, നാളെ നിങ്ങൾക്കതൊരു ദ്രോഹമാണോ, നാളെ നിങ്ങൾക്കത് ദ്രോഹമാണെങ്കിൽ ഭഗവാൻ ഒരിക്കലും നിങ്ങൾക്ക് തരില്ല. 2, നിങ്ങൾക്ക് ഉചിതമാണ്, വേഗം വേണ്ടതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായും വൃത്തിയായിട്ടും നിങ്ങൾക്ക് ആ സാധനം ഭഗവാൻ സമർപ്പിച്ചിരിക്കും. അപ്പം മറ്റു ദേവതകൾ ഞാൻ ഈ പറഞ്ഞതാണ്, ആദ്യം ദക്ഷിണ കൊടുത്ത് സാഷ്ടാംഗ നമസ്കാരം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നമ്മളുടെ അനുഭവത്തിൽ ആ കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. ഈ വിഷ്ണുമായ പ്രതിഷ്ഠ ഉള്ള അമ്പലങ്ങളിൽ നമ്മുടെ കൂട്ടത്തിൽ അല്ലെങ്കിൽ വിഷ്ണുമായ പ്രാർത്ഥിക്കുമ്പോൾ കൂട്ടത്തിൽ കുറെ ദേവതകളെ അല്ലെങ്കിൽ ഭഗവാന്മാരെ നമ്മള് കൂടെ നമ്മൾ പ്രാർത്ഥിക്കണം എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രതിഷ്ഠകൾ കണ്ടിട്ടുണ്ട് അമ്പലങ്ങൾ. അതിനകത്ത് ആരെയാണ് വിഷ്ണുമായോട് കൂടെ ചേർത്ത് വെക്കേണ്ട? വിഷ്ണുമായോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്നത് ഭുവനേശ്വരിയാണ്. ഭുവനത്തിന്റെ ഈശ്വരി, അതായത് ഈ ഭുവനം എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്തിന്റെയാണ്. ലോകത്തിന്റെ ഈശ്വരിയാണ് ഭുവനേശ്വരി. അതും പൂർവിക കാലങ്ങളിൽ പല സമുദായങ്ങളിലും ഉണ്ടായിരുന്നത് ഭുവനേശ്വരിയാണ്. മച്ചിൽ ഭഗവതി എന്നുള്ള സമ്പ്രദായത്തിൽ മുഴുവൻ ആചരിക്കുന്നത് ഭുവനേശ്വരിയാണ് എല്ലാ സമുദായങ്ങളിലും. അതായത് ഉന്നത കുലത്തിലും താഴ്ന്ന കുലത്തിലും ഒക്കെ ഭുവനേശ്വരി ഉണ്ടായിരുന്നു എന്നർത്ഥം. പിന്നെ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ ഭദ്രകാളിയായിരുന്നു ഇന്നത്തെ കാറ്റഗറിയിലേക്ക് കയറി വന്നിട്ട്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് കാലഘട്ടത്തിന്റെ. കാരണം ഇപ്പോഴത്തെ അമ്പലങ്ങളിലെല്ലാം ഭദ്രകാളിയാണ്, ഭുവനേശ്വരി ബാക്കപ്പാണ്. അപ്പൊ അത് അങ്ങനത്തെ ഒരു കാര്യമുണ്ട്. അപ്പൊ ഭുവനേശ്വരിയാണ് സ്വാമിയുടെ കൂടെയുള്ളത്, ഭദ്രകാളിയുമാണ് കൂടുതൽ പ്രാർത്ഥിക്കുന്നത്. ഇവര് തമ്മിലുള്ള കണക്ഷന്റെ അല്ല, അതൊരു സ്വാമിയുടെ ഭുവനേശ്വരി എന്ന് പറയുന്നത് സാക്ഷാൽ ആദിപരാശക്തി എന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. ഈ ആദിപരാശക്തി എന്ന് ഉദ്ദേശിക്കുന്നത് പാർവതീനെ തന്നെയാണ്. അപ്പൊ അമ്മയായുള്ള സങ്കല്പത്തിൽ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഭദ്രകാളിനെ അമ്മയായ സങ്കല്പത്തിലല്ല, വിഷ്ണുമായുടെ അമ്മയായിട്ടുള്ള സങ്കല്പത്തിലല്ല. അത് ഭഗവതിയുടെ സൃഷ്ടിയിൽ പറയുന്ന വേറൊരു കാര്യമുണ്ട്. അമ്മയില്ലാത്ത ജന്മമാണ് ഭദ്രകാളിക്കുള്ളത്. അതുകൊണ്ടാണ് ഇത് അമ്പലങ്ങളിൽ വെക്കാം. അപ്പം സഹോദരനായ ഗണപതിനെ നമ്മുടെ പ്രതിഷ്ഠ വെക്കാറുണ്ട്. ഉപദേവതകളായിരിക്കും. ഉപദേവതകളായിട്ട് മുരുകൻ, ശാസ്താവ് എല്ലാം അവരെല്ലാരും വെക്കാം. അതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ഗ്രഹങ്ങളിലും അവരാചരിച്ചിരുന്ന പൂർവിക ആചാരം വേണമെന്ന് നിയമമാണ് സ്വാമികളുള്ളടത്ത്. അപ്പൊ അത് പ്രകാരമുള്ള പല മറ്റു മൂർത്തികളും ഉണ്ടാവാറുണ്ട്. വീരഭദ്രനുണ്ട്, കരിങ്കുട്ടിയുണ്ട്, കാപ്പിരിയുണ്ട്, അങ്ങനെ പല ദേവതകളെയും ഉൾക്കൊള്ളിച്ചിട്ട് അത് അവരെ പൂർവികമായിട്ടുള്ള പ്രതിഷ്ഠകൾ, ആചരണങ്ങൾ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പം വിഷ്ണുമായ അമ്പലങ്ങള് വളരെ പ്രശസ്തമായ വിഷ്ണുമായ അമ്പലങ്ങളുണ്ട്. അപ്പൊ അതില് നമ്മൾ കയറി ചെന്ന് കഴിഞ്ഞാല് അവിടെ പ്രശസ്തരായ ആൾക്കാരുടെ പടം ഉൾപ്പെടെ വെച്ചിട്ടുണ്ട്. അപ്പൊ അതില് പെട്ടെന്ന് എനിക്ക് കോടീശ്വരനാകാം അല്ലെങ്കിൽ ആകണം, അങ്ങനെ ഉള്ള ആശയോടെ നമുക്ക് വിഷ്ണുമായ എന്ന സങ്കല്പത്തെ സമീപിക്കാമോ? പെട്ടെന്ന് പൈസക്കാരനാവാം എന്നുള്ളതല്ല. ആദ്യം തന്നെ നമ്മൾ ഈ ഇത്യാദി കാര്യങ്ങളായി പോയി കഴിഞ്ഞാല് സ്വാമിയുടെ ആദ്യത്തെ അവിടെ പല വിധത്തിലുള്ള ദർശനം ഉണ്ടാവും, അല്ലെങ്കിൽ രാശിപ്രകാരം നോക്കിയിട്ടാവാം. പല വിധാനത്തിലാണ് അവിടുത്തെ സമ്പ്രദായങ്ങൾ. അപ്പൊ ആ സമ്പ്രദായത്തിൽ അവിടെ അരുൾപ്പാടുണ്ടെങ്കിൽ അവർ പറയും ഇന്നതാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇത്രയാണ് അതിന്റെ കാര്യങ്ങൾ എന്ന് പറയും. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാൽ സ്വാമി, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു സമർപ്പണം ആദ്യം ഉണ്ട് ഭഗവാന്റെ അടുത്ത്, എന്നിട്ടാണ് പ്രാർത്ഥന. അതുപോലെ തന്നെ ഈ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ളൊരു ഇൻഡ്യൂഷൻ നമുക്ക് കിട്ടും. അപ്പൊ ഈ സമർപ്പണം എന്ന് ഞാൻ ഇന്ററപ്റ്റ് ചെയ്യാണ്, ഈ സമർപ്പണം എന്ന് പറയുന്നത് കാശിന്റെ രൂപത്തിലാണോ അതോ അമ്പലം ഡിമാൻഡ് ചെയ്യുന്ന പോലത്തെ എമൗണ്ട് ആണോ നമ്മൾ കൊടുക്കുന്നത്, അതോ ദ്രവ്യങ്ങളാണോ? അത് പല ക്ഷേത്രങ്ങളിലും പല ഇതിലാണ്. ചില ക്ഷേത്രങ്ങളിൽ ദ്രവ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ പറയും ഭഗവാന്
ഇത്ര പൂജയാണ് ചെയ്യേണ്ടതെന്ന് പറയും. എണ്ണം പറയില്ല നിങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ മനോസങ്കല്പത്തിൽ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് നമ്മളാൽ കഴിയുന്ന യഥാർത്ഥ വഴിപാട് കൊടുക്കാം, എന്നിട്ട് ഭഗവാനെ പ്രാർത്ഥിക്കാം. അപ്പം ഇപ്പൊ ഒരു ബിസിനസ്സിൽ എനിക്കൊരു പെട്ടെന്നൊരു ലീപ്പ് വേണം എന്ന് തോന്നുകയാണെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും വിഷ്ണുമായ പ്രോപ്പറായിട്ടുള്ള മന്ത്രങ്ങളും പൂജകളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ആകാം. തീർച്ചയായിട്ടും. പക്ഷേ എനിക്കോ മേഡത്തിനോ അറിയില്ല നിങ്ങളുടെ മാനസികമായിട്ടുള്ള ഉദ്ദേശവും ലക്ഷ്യവും. പക്ഷെ ഭഗവാൻ അതറിയാം. അപ്പൊ അതിലുള്ള കാര്യങ്ങൾ ഭഗവാൻ നിശ്ചയിച്ചിട്ട് മാത്രമേ തരുള്ളൂ. ഞാൻ അതായിരുന്നു അടുത്ത ചോദ്യം ചോദിക്കാനായിട്ട് വന്നത്. അതായത് ഇപ്പൊ നമ്മള് എല്ലാവരും വന്ന് പൂജകൾ ചെയ്യുന്നു. ഇപ്പൊ ഒരു പൂജാവിധിക്ക് ഇത്ര രൂപ അല്ലെങ്കിൽ ഇത്ര ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പൂജ ചെയ്യിപ്പിച്ചു, നമ്മൾ സംസാരിക്കുന്നു, നമ്മുടെ പ്രശ്നം പറയുന്നു, അല്ലെങ്കിൽ നമ്മുടെ ആവശ്യം പറയുന്നു. ഇത് പറയുന്ന ഉടനെ തിരുമേനി നമുക്ക് ഒരു ഇത് തരും. അതിനനുസരിച്ച് ഒരു പൂജാവിധികളുള്ള നമ്മൾ പൈസ കൊടുക്കുന്നു, നമ്മൾ അതിന്റെ പൂജ ചെയ്യിപ്പിക്കുന്നു. പക്ഷെ ചിലപ്പം പൂജ ഫലവത്താവും, ചിലപ്പം അതിന്റെ ഒരു 50% നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും. അപ്പൊ ഈ ബാക്കി 50% എന്ന് പറയുന്നത് നമ്മളുടെ വിശ്വാസക്കുറവാണോ, പൂജാവിധിയിലുള്ള കുറവാണോ, അതോ അവിടെ എവിടെയാണ് ആ ഒരു 50% മിസ്സിങ് എന്ന് പറയുന്നത്? അതായത് ഭഗവാന്റെ അടുത്ത് കൃത്യമായിട്ട് നമ്മൾ തെച്ചിപ്പൂവിലാണ് ഭഗവാന് ഏറ്റവും പ്രിയമായിട്ടുള്ള അർച്ചന ഇഷ്ടം. പിന്നെ വന്നിട്ട് താമരയാണ്. യഥാർത്ഥത്തിൽ അതാണ്. മറ്റു പുഷ്പങ്ങള് ഉപയോഗിക്കുന്നവരും ഉണ്ട്, ഉപയോഗിക്കാത്തവരും ഉണ്ട്. അപ്പോൾ നല്ല രീതി എന്ന് പറയുന്നത് തെച്ചിപ്പൂവ്, തുളസി, താമര. ഇതാണ് ഭഗവാനെ ഏറെ പ്രിയമുള്ളത്. അപ്പൊ താമര കൊണ്ട് ചെയ്യുന്ന അർച്ചന ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അത് ധനാഭിവൃദ്ധിക്കും അതുപോലെ അഷ്ടൈശ്വര്യങ്ങൾക്കും വിഷ്ണുവായിക്ക് താമരയാൽ 108 താമരതൾ കൊണ്ട് അർച്ചന ചെയ്ത് അതിന്റെ ഫലമുണ്ട്. ചെത്തി കൊണ്ടുമുണ്ട്, തുളസി കൊണ്ടുമുണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു സമ്പ്രദായമുണ്ട്. പിന്നെ എന്തുകൊണ്ട് 50% എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ പൂജകൻ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള അർച്ചന ഉണ്ടെങ്കിൽ അതിൽ 99% ഫലം ഉണ്ടായിരിക്കും. ആളിന്റെ വിശ്വാസവും അതും ഒന്നും ബാധകമല്ല അങ്ങനെ വരുമ്പോ. അല്ല, വിശ്വാസം ബാധകമാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസവും സമർപ്പണവും പൂജകന്റെ കർമ്മം കൂടി വരുമ്പോഴാണ് അത് ക്ലബ് ചെയ്തിട്ട് വരുമ്പോഴേ കറക്റ്റ് ആവുള്ളൂ. അല്ലാതെ ഞാൻ സ്വാമിക്ക് തരാം, എന്റെ കാര്യം നടത്തിക്കോളൂ എന്ന് പറഞ്ഞ് പോവാ. പിന്നെ അവരുടെ പൂജ നടക്കുന്ന സമയത്ത് അതേ സമയത്ത് അവരെ പ്രാർത്ഥന അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം അത് കൂടുതൽ ഊർജത്തെ ഉണ്ടാക്കും. 50% നമ്മുടെ 50 ദൈവത്തിന്റെ ഭാഗം. അതെ, ദാൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ മാതിരി. ഇന്നത്തെ കാലത്ത് അതിനാർക്കും സമയമില്ല. അതാണ് അതിന്റെ അടുത്തൊരു വിഷയം. അപ്പോ ഇങ്ങനെയുള്ള പല ദേവസ്ഥാനങ്ങളും അമ്പലങ്ങളും വിഷ്ണുമായ സ്വാമിയുടെ ആയിട്ടുണ്ട്. ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് കൃത്യമായ ഒരു സ്ഥലത്ത് നല്ല സ്ഥലമാണോ എന്ന് അറിഞ്ഞു ചെല്ലേണ്ടത്? അത് എങ്ങനെയാണ് ഒരു സാധാരണക്കാരൻ കണ്ടുപിടിക്കുന്നത്? കാര്യം ഒരുപാട് സംശയങ്ങൾ പൊതുജനങ്ങൾക്കുണ്ട് ഇതിനെക്കുറിച്ച്. ഈ സ്ഥലം നല്ല രീതിയിൽ ഉപാസിക്കുന്ന സ്ഥലമാണോ, നമുക്ക് നമ്മളുടെ പ്രശ്നത്തിൽ പരിഹാരം കിട്ടുമോ, നമ്മൾ കളിപ്പിക്കപ്പെടുമോ എന്ന് പോലും ഒരുപാട് പേർക്ക് സംശയമുണ്ട്. എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതായത് അത് ചോദിക്കാൻ ഒരു പിന്നിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞങ്ങളുടെ പരിചയത്തിലുള്ള ഒരാൾക്കൊരു അനുഭവം വന്നതാണ്. അവരിങ്ങനെ ഒരു ഫേമസ് ആയിട്ടുള്ള പേര് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, ഫേമസ് ആയിട്ടുള്ള ഒരു വിഷ്ണുമായ സന്നിധാനത്ത് ചെല്ലുന്നു കഴിഞ്ഞിട്ട് ആദ്യം അവര് സ്വാമി കാണുന്നതിന് മുമ്പേ കൗണ്ടർ ഉണ്ട് അവിടെ, അതിലിങ്ങനെ കുറെ പേര് ഇരിപ്പുണ്ട്. അവരുടെ അടുത്ത് ചെന്ന് നമ്മൾ സംസാരിക്കാനായിട്ട് നമ്മളെ ഇരുത്തി കഴിഞ്ഞാൽ ആദ്യം നമ്മളുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്കാണ്. നമ്മൾ ആരാണ്, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമ്മുടെ ഇതെന്താണ് എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ ആ വിഷ്ണുമായോടുള്ള ഭക്തിയോടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ ചെന്ന് ഇരിക്കുന്ന ഉടനെ ഈ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് കഴിയുന്നുണ്ടെങ്കിൽ അവരൊരു ചീട്ട് എഴുതി തരും, ഇത്ര എമൗണ്ട് അടയ്ക്കണം അല്ലെങ്കിൽ ഇത്ര ഇതെന്ന് പറഞ്ഞിട്ട് എഴുതി തരും. അപ്പൊ അവിടെ തന്നെ നമ്മുടെ പകുതി നമ്മുടെ മനസ്സും അവിടെ അടഞ്ഞു പോകും. കാരണം പൈസക്കാണോ എന്നുള്ള തോന്നൽ. ഇത് കൗണ്ടറിൽ ചീട്ട് എഴുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ളില് ചെന്നിട്ട് നമ്മുടെ കുറുവടി ഇത് ശബ്ദം ഉണ്ട്. അതായത് സ്വാമിയുടെ നിയോഗം എന്ന് പറയും, ദർശനം എന്ന് പറയും, അരുൾവാക്ക്. അവിടെ അരുൾവാക്ക് പറയും. അരുൾവാക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട് നമ്മള് ഒരു കൺഫ്യൂഷനിലാണ് അവിടെ നിൽക്കുന്നത്. പലപ്പോഴും ഇതൊരു ആളുടെ അനുഭവം കേട്ടതാണ്. കൺഫ്യൂഷനിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം ഇതുമായിട്ട് മുന്നോട്ട് പോകണോ? കാരണം ഒരു സാധാരണക്കാരൻ, അതായിരുന്നു ഞാൻ അടുത്ത് ചോദിക്കാൻ വന്നത്, ഒരു സാധാരണക്കാരൻ അവൻ 1008 പ്രശ്നങ്ങളുണ്ട്. അവൻ ഈ പ്രശ്നത്തിൽ നിന്ന് പുറത്തു വരാൻ സഹായഹസ്തമായിട്ട് ആരുമില്ല. അങ്ങനെ ഒരു അവസ്ഥയില് നമ്മളിപ്പോൾ ഇങ്ങനൊരു സന്നിധാനത്തിൽ ചെല്ലുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനൊരു സാഹചര്യത്തിൽ ചെല്ലുമ്പോൾ
അവന്റെ കയ്യിൽ പൈസ ഇല്ല, പക്ഷെ ആ പൈസ ഇല്ലാത്ത അവസ്ഥ ആ സ്വാമി കാണുന്നില്ലേ? തീർച്ചയായും. അപ്പം അതിന് അപ്പൊ പൈസ കൊടുത്താൽ പൂജ ചെയ്താൽ മാത്രമേ റിസൾട്ട് ഉണ്ടാവുള്ളൂ. മനസ്സുരുക്കി ഒന്ന് സ്വാമിയെ വിളിച്ചു കഴിഞ്ഞാൽ അതിന് റിസൾട്ട് കിട്ടില്ലേ? അതിന് ഇത്രയും പൂജയുടെ ആവശ്യമുണ്ടോ? ആത്മാർത്ഥമായിട്ട് ഞാൻ പറയാം, സ്വാമിക്ക് സാറായാലും ഞാനായാലും ദൈനംദിനമായിട്ടുള്ള നിവേദ്യങ്ങള്, ആ കാര്യങ്ങൾ മാത്രമേ അവിടെ സമർപ്പണുള്ളൂ. അത് നമ്മൾ ആത്മാർത്ഥമായിട്ടും ചെയ്യുക, അതിലേക്ക് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അല്ലാണ്ട് ധനികനെന്നോ ദരിദ്രനെന്നോ ഉള്ള രീതിയിൽ സ്വാമി ഒരാളുടെ അടുത്തും അങ്ങനെ ഒരു അനുഗ്രഹം കൊടുക്കാതിരുന്നില്ല. കേഴുന്നവന്റെ കണ്ണീരൊപ്പാൻ തന്നെയാണ് സ്വാമി നിന്നിട്ടുള്ളത്. എൻ്റെ അനുഭവം വെച്ചിട്ട് പറഞ്ഞ കാര്യം മനസ്സിലാവും. എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഉള്ള ഭക്തന്മാരും ഇല്ലാത്ത ഭക്തന്മാരും അവരുടെ അടുത്തൊക്കെ ഞാൻ പറഞ്ഞുള്ളത്, നിങ്ങൾക്ക് ഇന്ന് വെച്ച് കഴിഞ്ഞാൽ നാളേക്ക് റിസൾട്ട് ഇല്ല, പക്ഷെ നിങ്ങൾ സ്വാമിയെ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് ഒരു സ്റ്റെപ്പ് കയറി നാളെ രണ്ടാമത്തെ സ്റ്റെപ്പ് കയറി, അത് ആ ഒരു ചലനത്തിൽ അടിയുറച്ച വിശ്വാസവും ആത്മാർത്ഥമായ സമർപ്പണം ഉണ്ടെങ്കിൽ ഭഗവാൻ ഒരാളെ പോലും എൻ്റെ ഇത്രയും കാലത്തെ അനുഭവത്തിൽ മാറ്റി നിർത്തിയിട്ടില്ല. ഇല്ലാത്തവന്റെ വിഷയത്തിലായാലും ഉള്ളവന്റെ വിഷയത്തിലായാലും അത് അതിൽ 99.9 പോലും ഇല്ല, 100ക്ക് മേലെയാണ് റിസൾട്ട്. ഭഗവാൻ കരുണാമയൻ തന്നെയാണ്, പക്ഷെ കർക്കശക്കാരനാണ്. ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായും സ്പഷ്ടമായും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കൂലി എനിക്ക് നിങ്ങൾ തരാൻ ബാധ്യസ്ഥനാണ്. അത് നമ്മൾ കൊടുക്കണം. അത് മറ്റു ദേവതകൾക്ക് അതിനുള്ള അനിഷ്ടങ്ങൾ ഉണ്ടാക്കും, പക്ഷെ ഭഗവാൻ അതുക്ക് മേലെ അനിഷ്ടങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ നിങ്ങളത് ബോധ്യപ്പെടുത്തലാണ്. അത് മനസ്സിലാക്കി പ്രവർത്തിക്കാതെ വരുമ്പോഴാണ് അത് ആപത്തായിട്ടോ എന്നൊക്കെ ആൾക്കാർ സങ്കല്പിച്ച് പറയണത്. ഇതിനിടയ്ക്ക് ഞാൻ ഒരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. ഇതിനകത്ത് നമ്മൾ ഇപ്പം ഈ പറഞ്ഞ ലാസ്റ്റ് ലൈനിൽ നിന്നാണ് ഞാൻ ആ ചോദ്യം എനിക്ക് തോന്നിയത്. അതായത് നമ്മൾ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അവിടുത്തെ ഇപ്പൊ ശിവന്റെ ക്ഷേത്രത്തിലാണെങ്കിൽ അതിന്റെ പൂജകൾ ചെയ്യുന്നു, ധാര അല്ലെങ്കിൽ അതുപോലെ, അല്ലെങ്കിൽ ദേവീ ക്ഷേത്രത്തിലാണെങ്കിൽ മഞ്ഞക്കാപ്പ് കൊടുക്കുന്നു, നമുക്ക് എന്തെങ്കിലും പ്രശ്നം അതുപോലുള്ള ഒരുപാട് കടുംപായസം കൊടുക്കുന്നു, നമ്മളെ കൊണ്ട് പറ്റുന്ന പൂജകളൊക്കെ നമ്മൾ ചെയ്യുന്നു. പക്ഷെ അതുക്ക് മേലെ ഇവിടെ വന്ന് നമ്മൾ ഒരു എക്സ്ട്രാ എമൗണ്ട് കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യസാധ്യത്തിന് പറ്റുന്നുള്ളൂ. അപ്പൊ ഈ ദൈവങ്ങൾ എന്തുകൊണ്ട് നമ്മളുടെ അടുത്ത് പ്രസാദിക്കുന്നില്ല, അല്ലെങ്കിൽ സ്ലോ ആവുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് കിട്ടാൻ? അത് സ്ലോ എന്നുള്ളതല്ല, ഞാൻ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്, ഭഗവാൻ ഇത്ര വേണമെന്നോ ചെയ്യണമെന്നോ ഉള്ളതല്ല ആത്മാവിന സമർപ്പണം. പക്ഷേ ഈ അധികമായിട്ട് വാങ്ങിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ടല്ലോ, അതിന് അവര് ലോകമറിയാതെയും സുഹൃത്തുക്കൾ കൂട്ടുകാരറിയാൻ സ്വയമേവ അനുഭവിക്കുന്നുണ്ട്. അതൊരു പ്രകൃതി സത്യമാണ്. അതെനിക്കായാലും ഈ സമ്പ്രദായത്തിലുള്ള ആർക്കായാലും സ്വകാര്യ ദുഃഖങ്ങൾ എന്ന് പറയുന്നതിനെ, അത് സത്യമാണ്. ഭഗവാൻ അങ്ങനെ കാശ് മേടിക്കാനോ അല്ലെങ്കിൽ അതുപോലെ പൈസ മേടിച്ചിട്ട് ചൂഷണം ചെയ്യാനൊന്നും ഒരു വേദത്തിലും അല്ലെങ്കിൽ ഒരു കാര്യങ്ങളും പറയുന്നത്. അത് ഓരോ വ്യക്തിപ്രഭാവത്തിൽ വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാണ്ട് വിഷ്ണുവായ ഭഗവാൻ അങ്ങനത്തെ ഒരു സമ്പ്രദായത്തിൽ മാത്രം ഒരുപാട് ആൾക്കാർ ആക്കി തീർത്തതാണ്, കാലഘട്ടത്തിൽ ആക്കി തീർത്തതാണ്. ഈ ഒരു സോഷ്യൽ മീഡിയ ഇത്രയും ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം എന്ന് തന്നെ പറയാം, അതിൽ ഇത്രയും വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ വിഷ്ണുമായെ കുറിച്ച് ആൾക്കാർ ഇത്രയും അറിഞ്ഞു തുടങ്ങിയത് തന്നെ. അതുവരെ ഒരു നമ്മള്